എന്തൊരു ഉപ്പാ ഇത്? ഏത് കഴുതയാ ഉപ്പിട്ടത്? സാറേ, ഈ കഴുത തന്നെയാണ് ഉപ്പിട്ടത്. അതെ, എനിക്കൊരു പന്നീർ പക്കോട വേണം. ഇതാ എടുത്തോളൂ. ഇത് ഗോപി പക്കോടയാണല്ലോ. അത് പിന്നെ ഞങ്ങള് കഴുതകളല്ലേ സാറേ, ഞങ്ങൾക്ക് അതിന് മാത്രം വിവരമൊന്നും ഇല്ലല്ലോ. വിഷമിക്കണ്ട, സാറ് ഇതായി കബാബ് കഴിച്ചോ. ആ. ആ. ഓ. ആ. എടാ, ഇത് മുളക് കൊണ്ടുണ്ടാക്കിയതല്ലേ? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ സാറേ ഞങ്ങൾ കഴുതകളാണെന്ന്. പിന്നെ എന്തിനാ വിശ്വസിച്ചത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാറാണ് കഴുത എന്നാ. ആ. ആ. അനിയ, നീയും കഴിച്ചോ? ഇന്ന് എന്റെ പിറന്നാൾ ദിവസമല്ലേ? ഇതാ, നീയും കഴിച്ചോ? നിങ്ങളും കഴിക്കേ. പിടിച്ചോ. എടാ, ഇതെന്താ ഈ കാണിക്കുന്നേ? ഇത് ഇങ്ങനെയല്ലല്ലോ മുറിച്ചു കൊടുക്കുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ മുറിക്കേണ്ടത്? ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. എല്ലാരും ഓടിക്കോ. അടിപൊളി. ഇനി നമ്മുടെ ബണ്ണിച്ചേട്ടൻ 4 വാക്ക് പറയുന്നതായിരിക്കും. 4 വാക്ക്. ആയില്ലേ? ആയി. ദാറ്റ്സ് ഇറ്റ്. അല്ല, എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എന്തെങ്കിലും ഒന്ന്. ദാ ഇപ്പൊ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്നെ കുറിച്ച് 4 വാക്ക് പറയാനാണ്. ഇത് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പാർട്ടിയായിരുന്നു. മാത്രമല്ല, നീ ലോകത്തെ വലിയൊരു കഴുതയാണ്. അത് മാത്രമല്ല, നിങ്ങൾ തലമുറകളായി കഴുതകളുമാണ്. നിന്റെ അമ്മാവൻ, നിന്റെ വലിയച്ഛൻ, നിന്റെ ഇളയച്ഛൻ എല്ലാവരും കഴുതകളാണ്. എല്ലാവരും ചേർത്ത് പറയൂ. അല്ല, ഈ ബണിക്ക് എന്ത് പറ്റി? ഇവൻ ഈ ഹണിയെ പോലെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എന്തിനാ? അതെ, എനിക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ എനിക്ക് അവനോടുള്ള സ്നേഹം കൂടി വരികയാണ്. ഇപ്പോഴാണ് അവൻ ശരിക്കും എന്റെ അനിയനായത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. കഴുതകളെ പോലെ പെരുമാറി തുടങ്ങിയപ്പോഴാണ് ഹണിക്ക് ബണി സ്വന്തം അനിയനാണെന്ന് തോന്നി തുടങ്ങിയത്. സംശയമുണ്ടോ? ബണ്ണി കഴുതകളെ പോലെ മണ്ടത്തരം കാണിക്കുകയാണ്. ഇപ്പൊ ശരിക്കും അവന് കഴുതകളുടെ സ്വഭാവമാണ്. ഇനി എങ്ങനെ കൊച്ചളീനെ ജ്യൂസ് എങ്ങനെ എടുത്ത് കുടിച്ചായിരുന്നോ? കഴുതക്കൊക്കെ കുറച്ചു നേരം മുമ്പ് ബണിക്ക് ബർത്ത്ഡേ കേക്ക് കൊടുത്തിരുന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഇത് അതിന്റെ കുഴപ്പമാണെന്നാ. അതുകൊണ്ടായിരിക്കാം ബണ്ണി ഇപ്പോൾ കഴുതകളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇനി എല്ലാവരും എന്തെങ്കിലും തമാശ പറയ്. എന്നാ ശരി, ആദ്യത്തെ ഊഴം എന്റേതാണ്. ഞാൻ പറയാം. ആദ്യം ഞാൻ തന്നെ പറയാം. ഓ മൈ ഗോഡ്, നല്ല തമാശ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞത് കേട്ടു. ഇത് നേരത്തെ നല്ല തമാശ. പിന്നെ എന്റെ വീട്ടിലെ പട്ടിയില്ലേ, അവൻ എന്റെ ഏറ്റവും വലിയ ഫാഷൻ അഡ്വൈസറാണ്. ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും അവൻ എപ്പോഴും പറയും വാവ് 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 വാവ്. ഇതൊരു തമാശയായിരുന്നു. അല്ല, എന്താ ആരും ചിരിക്കാത്തെ? ചിരിക്കുന്നേ. ഇനി ഞാൻ പറയും എന്നാ ഇത് പറ. അതായത് ഒരു ബുള്ളറ്റിനെ ഓടിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അതെങ്ങനെ പറപ്പിക്കും? അത് ബുള്ളറ്റ് ഓടിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ പറക്കുന്നേ? ഏട്, ബുള്ളറ്റ് പറപ്പിക്കുക എന്നല്ലേ നമ്മൾ സാധാരണ പറയാറ്, ഓടിക്കുക എന്നല്ലല്ലോ. അപ്പൊ അത് പറന്നില്ലേ? അടിപൊളി. നിനക്കിപ്പോൾ കഴുതകളെ പോലുള്ള ബുദ്ധിയാണ്. അഭിമാനത്തോടെ തന്നെ പറയൂ, നമ്മൾ കഴുതകളാണ്. ഇതൊട്ടും തന്നെ ശരിയല്ല. സംശയമുണ്ടോ? അതെ, തീർച്ചയായും ഇത് ശരിയല്ല. അതെങ്ങനെയാ ബുള്ളറ്റിനെ പറഞ്ഞു പറപ്പിക്കുന്നത്? ആ ബുള്ളറ്റിന്റെ പെട്രോൾ എങ്ങനെ തീർന്നു പിന്നെ പറക്കലും ഉണ്ടാവില്ല, ഓട്ടോ ഉണ്ടാവില്ല. ഓ, ഞങ്ങൾക്ക് നിന്നെ തന്നെ സഹിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ബണിയും നിന്നെ പോലെ തന്നെയായി. നമുക്ക് ബണ്ണിയെ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണം. വരൂ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. ബണി, എന്റെ അനിയ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ ബണ്ണി, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് നല്ല തമാശ. വാബണി പോവാം, നമുക്കൊന്ന് ബീച്ചിൽ കറങ്ങിയിട്ട് വരാം. നിന്റെ തല അപ്പോഴേക്കൊന്ന് തണുത്ത് കിട്ടും. വേണ്ട, എനിക്ക് ബീച്ചിലോട്ടൊന്നും പോകണ്ട. അതെന്താ?
കാരണം കടൽ അടുത്ത് തന്നെ ഉണ്ട്. ആദ്യം കടല് സൈഡിലോട്ടാക്ക്. ബീച്ച് കടലിൽ തന്നെയാണ്. വാവ്, വാട്ട് എ ജോക്ക്, വാട്ട് എ ജോക്ക്. ബീച്ചും കടലും ഒന്നാണ് കൊച്ചളിയ, യു നോ ദാറ്റ്. വരൂ, എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവേണ്ടതല്ലേ. എന്റെ കഴുത ചങ്ങാതിമാർക്ക് ബൈ. നിങ്ങളെക്കാളും വലിയ കഴുതകൾ ഈ ലോകത്ത് വേറെ ഇല്ല. ഒരിക്കൽ കൂടി പറയൂ, നമ്മളെല്ലാം കഴുതകളാണ്, കഴുതകളാണ്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ബണ്ണി, എടാ വണ്ടി ഒന്ന് പതുക്കെ ഓടിക്കടാ. വണ്ടി, എടാ വണ്ടി നിർത്താൻ. എടാ വണ്ടി മുന്നോട്ട് എടുക്കടാ. ആദ്യം ഡിസൈഡ് ചെയ്യ, വണ്ടി ഓടിക്കണോ അതോ നിർത്തണോ? ഓടിക്കണം. നീ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, വേഗം വണ്ടി എടുക്ക്. ഈ ട്രെയിൻ നമ്മുടെ പണി തീർക്കും. വേഗം ഇവിടുന്ന് പുറത്തേക്ക് ഓടിക്കോ. ഈ ബണ്ണി ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ബണ്ണി ഇപ്പൊ പഴയതുപോലെ ആയെന്നാ എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇപ്പൊ മുഴുവനായിട്ട് ഹണിയായി മാറിയിരിക്കുക. ബണ്ണി, നീ കുറച്ചു നേരം വിശ്രമിക്കേ, ഞാൻ വണ്ടി ഓടിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്ക്. ഇനി റൈറ്റിലോട്ട് പോട്ടെ. ഇനി യു ടേൺ എടുക്ക്, പിന്നെ ലെഫ്റ്റ്, അടുത്ത റൈറ്റ്, ലെഫ്റ്റ് പോട്ട്, ഇനി റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ഇനി നേരെ പോട്ടെ. ഇവിടെ നിർത്തിക്കോ. ഈ ഡോല് കണ്ടോ നിങ്ങള്? ഇത് നിനക്ക് അവിടെ വെച്ച് തന്നെ കാണിച്ചാ പോരായിരുന്നു കഴുതേ. പിന്നെ ഇതിന് എത്ര ദൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ദൂരേക്ക് കൊണ്ടുവന്നു. ഇത് കൊട്ടിയാൽ ഒരുപാട് ദൂരം കേൾക്കാം. വൗ, വാട്ട് എ ജോക്ക്, വാട്ട് എ ജോക്ക്. ഇതൊരു മാതിരി വൃത്തിയായിട്ട് ജോക്കായി പോയി. കഴുത ഞാനാണ്, ഞാൻ മാത്രമാണ്. കഴുത ഞാനാണ്, ഞാൻ മാത്രമാണ്. ആഹാ, അടിപൊളി, എന്ത് നല്ല ജോക്കാണ്. ഇനി ഇവ പറയുന്ന ഒന്നും കേക്കരുത്. സംശയട്ടോ സോർദാറേ, നീ നിന്റെ ഇഷ്ടത്തിൽ അങ്ങ് ഓടിച്ചോ. ലെഫ്റ്റിലോട്ട് പോട്ടെ, ലെഫ്റ്റിലോട്ട്. ഇനി ഞങ്ങൾ നീ പറയുന്നത് ഒന്നും തന്നെ കേക്കില്ല. ഞാൻ പറയുന്ന കേൾക്ക്, ലെഫ്റ്റിലോട്ട് പോ. വേണ്ട സോർദാറേ, നീ നേരെ തന്നെ പോയിക്കോ. അയ്യോ, ഇതിൽ മിക്കവാറും വെള്ളം ഒഴിക്കേണ്ടി വരും. ബണ്ണി, നീ എവിടെയെങ്കിലും പോയി വെള്ളം കൊണ്ടുവാ. എടാ ഇവൻ ഇവിടെ തന്നെ നിന്നോട്ടെ. ഇപ്പൊ കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് നിൽക്കുന്നത് ഹണിയാണ്. ഹണി, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്തുവാടാ ഇത്? നീയല്ലേ എന്നോട് പറഞ്ഞത് വെല്ലം കൊണ്ടുപോയെന്ന്? ഇതാണ് മിസ്റ്റർ വെല്ലൻ കൊടുവ. ഞാനിപ്പോ ഒരു പപ്പായ എങ്ങനെ വരുന്നെങ്കിൽ പണ്ടേ അങ്ങ് താഴെ വീണനെ. അതെങ്ങനെ? നിന്റെയൊക്കെ ഈ മണ്ടത്തരം കേട്ട് മൊരടിച്ചിട്ട്
ദേ നോക്കിയേ, ഇനി എന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഇതിനെ പറപ്പിക്കാം. ഓടിക്കാൻ പറ്റാത്ത വണ്ടിയെ നീ എങ്ങനെയാണ് പറപ്പിക്കാൻ പോകുന്നത്? വെരി സിമ്പിൾ. ഈ വണ്ടിയുടെ താഴെ ബോംബ് ഫിറ്റ് ചെയ്യാം. വണ്ടി പറന്നു പറന്നു പോവും. ദാ വെള്ളം കിട്ടി, പിടിക്കേ, വേഗം വണ്ടിയിലേക്ക് ഒഴിക്കേ. ആദ്യം കുറച്ച് വെള്ളം ഈ ബണ്ണിക്ക് കൊടുക്കാം. കുറച്ച് കൂടി പോയെന്നാ എനിക്ക് തോന്നുന്നേ. അല്ല കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അല്ല, നമ്മുടെ വണ്ടിക്ക് ഇതെന്ത് പറ്റി? ഐ ആം സോറി കൂട്ടുകാരെ, ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനൊരു കുഴപ്പമില്ല. നിന്റെ ശനിദശ എന്തായാലും മാറി കിട്ടിയല്ലോ, നന്നായി. സംശയമുണ്ടോ? ഇന്ന് ശനിയാഴ്ചയല്ല, വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ. അതിലൊരു സംശയവും ഇല്ല. അതിന് നിങ്ങൾ എന്തിനിങ്ങനെ നോക്കുന്നത്? ഇപ്പൊ ബണ്ണി പഴയതുപോലെ ആയില്ലേ? ഞാൻ ഇനി ഏതായാലും കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റൂ. ഞാൻ കഴുതയാണ്, കഴുത. ഉച്ചത്തിൽ പറയൂ, നമ്മളെല്ലാവരും ചങ്ങാതിമാരാണ്. ചങ്ങാതിമാരാണ്.